ഇൻഫ്ലക്ഷൻ സർക്കിൾ വരയ്ക്കാനുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ ലിങ്കിൻ്റെയും ലെങ്ത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇൻഫ്ലക്ഷൻ സർക്കിൾ ഫോർ ദ മോഷൻ ഓഫ് ലിങ്ക് 3 ഓഫ് ദ മെക്കാനിസം ഷോൺ. ഡിറ്റർമിൻ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് പാത്ത് ട്രേസ്ഡ് ബൈ പോയിന്റ് സി ഓൺ ദ ലിങ്ക് 3. ആദ്യം എൻ്റെ ഇൻഫ്ലക്ഷൻ സർക്കിൾ വരയ്ക്കാം. ആദ്യം O2 O4 അതിൻ്റെ ബേസ് വരയ്ക്കാം. O2ൽ നിന്ന് O4ലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 255 ആണ്. പക്ഷെ നമ്മൾ 1:2 എന്നുള്ള സ്കെയിൽ എടുക്കുന്നതുകൊണ്ട് ലെങ്ത് എന്താവും? 112.5. O2Aയുടെ ലെങ്ത് ടോട്ടൽ ലെങ്ത് 245 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് വരുമ്പോഴേക്കും 122.5 making angle 35. ഡിസ്റ്റൻസ് ABയുടെ ഡിസ്റ്റൻസ് 235 ആണ്. അതിൻ്റെ ഹാഫ് വരുമ്പോഴേക്കും 117.5. ആംഗിൾ പിന്നീട് മാർക്ക് ചെയ്യാം. അതായത് O4B എന്ന് പറയുന്ന ലെങ്ത് 355 ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ 177.5 സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഇതിനിടയ്ക്കുള്ള ആംഗിൾ 45. ഇനി ACയുടെ ലെങ്ത് 90. കോമ്പസിലെടുത്ത് കട്ട് ചെയ്യുക. 90 അപ്പോൾ സ്കെയിൽ ചെയ്യുമ്പോഴേക്കും അത് 45. ബാക്കി ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 165 ആയിരുന്നു. സ്കെയിൽ ചെയ്യുമ്പോഴേക്കും 82.5. ഇതാണ് ഈ 4 ബാർ മെക്കാനിസം. ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ O2A എന്ന് പറയുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക, അതുപോലെ O4B എന്ന് പറയുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു സെൻറ്റർ പോയിന്റിൽ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട? എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആയിരിക്കും ഇതിൻ്റെ എന്ത് വരുന്നത്? ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ P13. ഇനി വേണ്ടത് വെലോസിറ്റി ഓഫ് A ആണ്. വെലോസിറ്റി ഓഫ് A ഈക്വൽ ടു ഡിസ്റ്റൻസ് P13A ഇൻറ്റു ഒമേഗ. അപ്പോൾ P13Aയുടെ ലെങ്ത് എന്ന് പറയുന്നത് 41.723. 41.723 ഇൻറ്റു ഒമേഗ. ഇവിടെ ഒമേഗയുടെ വാല്യൂ 1 ആയിട്ട് എടുക്കുന്നതുകൊണ്ട് എന്തെന്നെടുക്കാം? 41.723. ആ ഡിസ്റ്റൻസ് വരയ്ക്കേണ്ട എയിൽ നിന്ന് മാർക്ക് ചെയ്യണം. ആക്ച്വലി കറക്റ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 2 വരും. നമുക്കിവിടെ വരച്ചിരിക്കുന്ന അതേ ഡയമെൻഷനിൽ തന്നെ സ്കെയിൽ ചെയ്ത് ഇതിൽ തന്നെ പോവാം. അപ്പോൾ VA മാർക്ക് ചെയ്യാനായിട്ട് ഇതിൽ അസ്യൂം ചെയ്യുന്നത് താഴേക്ക് മൂവ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും, ഈ ലിങ്കിന് പെർപെൻഡിക്കുലർ. ഓക്കെ, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 41.723. ഓക്കെ, ഇനി ചെയ്യേണ്ടത് O2ൽ നിന്ന് ഈ എൻഡിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുക. ഈ കേസിൽ ഇതുവരെ മതിയാവും. കാരണം ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? P13ലാണ് നമ്മൾ സ്ലൈഡർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് VAക്ക് പാരലായിട്ട് വരയ്ക്കുമ്പോഴേക്കും ഈ ലൈനിൽ മീറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇത് അധികം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത് ഈ പോയിന്റിൽ നിന്ന്, ഈ ഒരു പോയിന്റിൽ നിന്ന് VAക്ക് പാരലായിട്ട് വരയ്ക്കണം. ഏതുവരെ മതി? ഈ ലൈൻ അതുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഇതുവരെ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ കിട്ടിയ ആ ഒരു പോയിന്റ് തൊട്ട് P13 മുതൽ ഇതുവരെയുള്ള ആ ലൈനിൽ കട്ട് ചെയ്ത ഈ ഒരു ലെങ്ത് ആണ് VX2. അതുപോലെ ഇപ്പോൾ ചെയ്ത എന്താണോ
ഈ സെയിം പ്രൊസീജിയർ എവിടെയും ചെയ്യണം, ബിയിലും ചെയ്യാം. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ ആദ്യം വി ബി കാൽക്കുലേറ്റ് ചെയ്യണം. വി ബിക്കായിട്ട് വേണ്ട ഡിസ്റ്റൻസ് ഏതാണ്? P13B. ഈ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു ഒമേഗയാണ്. ഇതിൽ ഒമേഗയുടെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ വി ബി ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? 119.898. ഇതാണ് വി ബിയുടെ വാല്യൂ. ഈ വി ബിയുടെ വാല്യൂ എടുക്കേണ്ടത് ബിയിൽ നിന്ന് മാർക്ക് ചെയ്യുക. ബിയിൽ നിന്ന് ഇത് കപ്ലർ താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 119. ഇനി എന്താ ചെയ്യേണ്ടത്? O4ഉമായിട്ട് ഈ എൻഡ് ജോയിൻ ചെയ്യണം. ഇതും O4ഉം തമ്മിൽ ജോയിൻ ചെയ്യുക. ഈ വരച്ച ലൈനിലേക്ക് P13യിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കണം. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം? ആ ലൈൻ ഈ ലൈനിന് പാരലലായിരിക്കണം. ഇതിന് പാരലായിട്ടായിരിക്കണം ഈ ലൈൻ വരേണ്ടത്. അത് കട്ട് ചെയ്ത പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അത് കട്ട് ചെയ്ത പോയിന്റിൽ നിന്നും x4 എന്ന് പറയുന്ന ഇവിടെയുള്ള പോയിന്റിൽ നിന്നും എന്ത് ചെയ്യണം? ഓരോ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. ഇവിടെ നിന്ന് ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു കഴിഞ്ഞാൽ നീട്ടി വരയ്ക്കുക. അതുപോലെ ഇവിടെയുള്ള x2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സെയിം അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ കൂടി വരയ്ക്കുക. അവിടെ ഈ ലൈനും ഇതും തമ്മിലുള്ള ആംഗിൾ 90. ഈ കിട്ടിയ കോമൺ പോയിന്റ്, അത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റാണ് P. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് പിയും P13 തമ്മിൽ ജോയിൻ ചെയ്യണം. പിയും P13 തമ്മിൽ ജോയിൻ ചെയ്യുക. വിസിബിൾ അല്ലല്ലേ? P13 P ജോയിൻ ചെയ്യുക. ഇനി അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, പെർപെൻഡിക്കുലർ ലൈനിലാണ് ഇൻഫ്ലക്ഷൻ സർക്കിളിൻ്റെ ഡയമീറ്റർ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? P13ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം, 90 ഡിഗ്രി. നമ്മുടെ റേഡിയസിലെ ഡയമീറ്റർ ഓഫ് ഇൻഫ്ലക്ഷൻ സർക്കിൾ എന്ന് പറയുന്നത് P13 ഈ ഒരു ലെങ്ത് ആയിരിക്കും. അത്രയാണ് 56.840. 56.84. ഈ ലെങ്തിൽ അത് മെഷർ ചെയ്യുക. കാരണം 56.84. ഇതാണ് ഇൻഫ്ലക്ഷൻ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സർക്കിൾ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഇൻഫ്ലക്ഷൻ സർക്കിൾ. സിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനായിട്ട് അതിനായിട്ട് സിയും P13 തമ്മിൽ ജോയിൻ ചെയ്യുക ഈ പോയിൻറ്റുമായിട്ട്. അപ്പോൾ ഇത് സർക്കിളിൽ ഒരിടത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിൻ്റ് IC എന്ന് നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സി നിന്ന് IC വരെ ഡിസ്റ്റൻസ് ഉണ്ട്. IC P13 ഈ രണ്ട് ഡിസ്റ്റൻസാണ് ഇതിനകത്തുള്ളത്. ഇവിടുന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടാനായിട്ട് ഡിസ്റ്റൻസ് എടുക്കേണ്ടത് C to P13. റോ കാണാനായിട്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് C കാണാനായിട്ട് C P13 സ്ക്വയർ ഡിവൈഡഡ് ബൈ CIC ഈ ഒരു ഡിസ്റ്റൻസ്. ഇവിടുന്ന് CIC ഈക്വൽ ടു 9.75 എന്ന് കിട്ടും. അതുപോലെ CPയുടെ ലെങ്ത് ഇവിടെ നിന്ന് 66.033. CP ഈക്വൽ ടു CP
പി ഈക്വൽ ടു 66.03. ഇവിടെ റോ കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ സി പി സ്ക്വയർ ബൈ സി ഐ സി ചെയ്താൽ റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടും. ഈ റോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ സ്കെയിൽ ചെയ്ത് എന്താണോ അത് തിരിച്ച് ചെയ്യണം. കാരണം ഇവിടെ സി പി സ്ക്വയർ ആണ് എടുക്കുന്നത്. അപ്പോൾ സി പി സ്ക്വയർ ആകുമ്പോഴേക്കും 66.03 ഇൻറ്റു 2 അതിൻ്റെ സ്ക്വയറും 9.75 ഇൻറ്റു 2 ചെയ്തിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോഴേക്കും 901.08 എന്ന് കിട്ടും റേഡിയസ് ഓഫ് കർവേച്ചർ.